നരേന്ദ്രമോദി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ബി.ജെ.പിയുടെ ആശയങ്ങളോട് യോജിക്കുന്ന ജനങ്ങളെ അവരുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പയാണ്. ബി.ജെ.പി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ജനങ്ങൾ തള്ളിക്കയറുകയാണെന്ന് കാണിക്കാൻ പണം കൊടുത്ത് ആളെ ഇറക്കും. ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പിലും കാണിക്കാറുള്ളതെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും വിഷയത്തിലേക്ക് വരാം. എപ്പോഴത്തെയും പോലെ ബി.ജെ.പി സംഘടിപ്പിച്ച പരിപാടിയിൽ ആളുകളില്ല. നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത റാലിയിൽ ജനപങ്കാളിത്തം കുറവായിരുന്നു. അവിടെ ജനങ്ങൾ തടിച്ചുകൂടിയെന്ന് വരുത്തി തീർക്കാൻ ഉത്തർപ്രദേശിലെ പ്രമുഖ സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികളെ എത്തിക്കുകയായിരുന്നു. സംഭവം ഇതിനോടകം വിവാദമായിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സ്ഥലത്തെത്തിക്കുന്നതിനായി നിർബന്ധിത നിർദ്ദേശങ്ങളും വാഗ്ദാനങ്ങളും നൽകിയെന്ന ആരോപണം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നോയിഡ, ഗ്രേറ്റർ നോയിഡ മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് സന്ദേശങ്ങൾ അയച്ചുവെന്ന വിവരങ്ങളാണ് വിവാദത്തെ തുടർന്ന് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ജവാർ വിമാനത്താവളത്തിന്റെ ലോകാർപ്പണ ചടങ്ങിൽ പങ്കെടുത്താൽ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ എക്സ്ട്രാ അറ്റൻഡൻസ് നൽകുമെന്നതാണ് കോളേജ് അധികൃതർ നൽകിയ പ്രധാന വാഗ്ദാനം. ഗാൽഗോട്ടിയ സർവകലാശാല ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ തങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി വിദ്യാർത്ഥികൾക്ക് ഈ സന്ദേശം കൈമാറിയിട്ടുണ്ട്. റാലിയിൽ പങ്കെടുക്കുന്നത് കേവലം താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അത് നിർബന്ധമാണെന്നാണ് പ്രത്യേകമായി തന്നെ പല സന്ദേശങ്ങളിലും വ്യക്തമാക്കിയിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പ്രശംസാ പത്രവും സർവകലാശാലകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ റാലിയിലോ സർക്കാർ പരിപാടിയിലോ പങ്കെടുക്കുന്നത് എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ അക്കാദമിക് മികവിനുള്ള പ്രശംസാ പത്രത്തിന് അർഹത നൽകുന്നതെന്ന ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. രാവിലെ 7:45 തന്നെ നിശ്ചയിച്ച കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. ഇതിനായി ക്യാമ്പസുകളിൽ നിന്ന് പ്രത്യേക ബസ് സൗകര്യങ്ങൾ വരെ സർവകലാശാലകൾ കുട്ടികൾക്കായി ഒരുക്കി നൽകിയിരുന്നു. ഹോസ്റ്റലുകളിൽ നിന്ന് വാഹന സൗകര്യം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ സ്വന്തം നിലയിൽ കാർപൂളിംഗ് വഴിയെങ്കിലും കൃത്യസമയത്ത് നോയിഡ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എത്തണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ നിന്ന് തന്നെ പ്രഭാത ഭക്ഷണം നൽകുമെന്നും തിരിച്ചറിയൽ കാർഡുകൾ നിർബന്ധമായും കരുതണമെന്നും സന്ദേശങ്ങളിൽ പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ റാലിയിൽ പങ്കെടുക്കാൻ പോകുന്ന ബസ്സുകളിൽ ബി.ജെ.പിയുടെ കൊടികൾ സ്ഥാപിച്ച ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക വാഹനങ്ങൾ രാഷ്ട്രീയ നിറം പകരുന്നത് ചട്ടവിരുദ്ധമാണെന്ന ആരോപണവും ഇതിനു പിന്നാലെ ഉയർന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഗാസിയാബാദ് ഭരണകൂടം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ പരിപാടിയിലേക്ക് വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെയും മറ്റും എത്തിക്കുന്നതിനായി ഗാസിയാബാദിൽ നിന്ന് മാത്രം 800 ബസ്സുകളാണ് ഏർപ്പാടാക്കിയത്. ഇത്രയധികം ബസ്സുകൾ റാലിക്കായി മാറ്റിവെച്ചതോടെ ജില്ലയിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും വരെ അവധി പ്രഖ്യാപിക്കേണ്ടി വന്നു. ഗതാഗത ക്രമീകരണത്തിന്റെ ഭാഗമായാണ് അവധി നൽകിയതെന്നാണ് ഭരണകൂടം നൽകിയ വിശദീകരണം. എന്നാൽ മറുഭാഗത്ത് സ്കൂൾ ബസ്സുകൾ റാലിക്കായി ഉപയോഗിക്കുന്നത് മൂലമാണ് ക്ലാസുകൾ ഓൺലൈനായി മാറ്റേണ്ടി വന്നതെന്ന യാഥാർത്ഥ്യം ഉത്തരവിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ലെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രതികരണങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ റാലികളിൽ കാണപ്പെടുന്ന വൻ ജനക്കൂട്ടത്തിന്റെ സത്യാവസ്ഥ ഇതാണെന്ന് ആം ആദ്മി പാർട്ടി തങ്ങളുടെ ഔദ്യോഗിക ഹാൻഡിലൂടെ പരിഹസിച്ചു. ഡൽഹി NCR മേഖലയിലെ കോളേജുകൾക്കാണ് റാലിയിൽ ആളുകളെ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം നൽകിയിരിക്കുന്നതെന്നും അറ്റൻഡൻസ് മോഹിച്ചെത്തുന്ന വിദ്യാർത്ഥികളെ ജനസാഗരം എന്ന് വിളിച്ച് ആഘോഷിക്കുകയാണെന്നും അവർ ആരോപിച്ചു. ഒരു വശത്ത് ഗാൽഗോട്ടിയസ് പോലുള്ള സർവകലാശാലകൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള വിവാദങ്ങളിൽ അകപ്പെടുമ്പോൾ മറുവശത്ത് ഇതേ സ്ഥാപനങ്ങൾ ഭരണകൂടത്തിന് ആളെ കൂട്ടാനുള്ള ഏജൻസികളായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സാധാരണഗതിയിൽ രാഷ്ട്രീയ താൽപര്യങ്ങളില്ലാത്ത സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ഇത്തരം റാലികളിൽ പങ്കെടുക്കാൻ താൽപര്യം കാണിക്കാറില്ല. എന്നാൽ അറ്റൻഡൻസ് കുറവായതിനാൽ പരീക്ഷ എഴുതാൻ സാധിക്കാത്ത സാഹചര്യം വരുമോ എന്ന് ഭയക്കുന്ന വിദ്യാർത്ഥികൾക്ക് 3-2 ദിവസത്തെ അറ്റൻഡൻസ് എന്നത് വലിയൊരു വാഗ്ദാനമാണ്. ഈ സാഹചര്യം മുതലെടുത്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ റാലിയിലേക്ക് തള്ളിവിട്ടത്. റാലിയിൽ പങ്കെടുക്കാത്തവർക്ക് ഭാവിയിൽ മാർക്കിലോ അറ്റൻഡൻസിലോ കുറവ് വരുത്തുമോ എന്ന ഭയവും വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കാനും അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആളെ കൂട്ടാൻ വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ വരുത്തി ബി.ജെ.പിയെ യുവത്വം സ്വീകരിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടിയാണ് മോദിയും കൂട്ടരും ചെയ്യുന്നത്. ചടങ്ങിന് ശേഷം സംഭവം വിവാദമായതോടെ ഗാൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. അന്നേ ദിവസത്തെ അറ്റൻഡൻസ് തരാൻ കഴിയില്ല എന്നാണ് സർവകലാശാല ഇപ്പോൾ പറയുന്നത്. വിനോദയാത്രയ്ക്ക് പോകുന്ന പോലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ വിദ്യാർത്ഥികൾ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലും ഏറെ പ്രചരിക്കുന്നുണ്ട്.